ഹലോ കുട്ടീസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ അനുരത്ന, നിങ്ങളുടെ സ്വന്തം അനു മിസ്സാണ്. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാവരും എക്സാമിൻ്റെ തിരക്കിലാണല്ലേ, നിങ്ങൾ നല്ല പ്രിപ്പറേഷനിലായിരിക്കും. നമ്മൾ സിലബസ് മാറിയതിൻ്റെ ടെൻഷനും കൂടെ ഉണ്ടായിരിക്കും. പക്ഷേ എക്സാമിന് അത്രയും എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് ഫ്രാക്ഷൻസ്. അപ്പോൾ അത്രയും എളുപ്പത്തിൽ നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് ഫ്രാക്ഷനിലെ ഒരു ചോദ്യം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ മക്കൾ ഈ ഒരു ചോദ്യം നിർബന്ധമായിട്ട് പഠിച്ചു വെക്കുക. ഇത്തരത്തിലൊരു ചോദ്യം നിങ്ങൾക്ക് എക്സാമിന് ഉറപ്പായിട്ടും ചോദിച്ചിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ബോർഡിൽ കാണുന്ന ചോദ്യം ഒന്ന് മെല്ലെ എൻ്റെ കൂടെ ഒന്ന് മക്കൾ വായിച്ച് നോക്കുക. എന്നിട്ട് അതിൻ്റെ ആൻസർ കിട്ടുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ചുമ്മാ ഒന്ന് ചാറ്റ് ബോക്സിൽ പറയുക കേട്ടോ. ഓക്കെ, എന്താണ് ആ ചോദ്യം? ചുവടെ കൊടുത്തിരിക്കുന്ന അളവുകളുടെ ഭിന്നസംഖ്യാ രൂപങ്ങൾ എഴുതുക. അപ്പം നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് തന്നു കഴിഞ്ഞാൽ അതിനെ ഫ്രാക്ഷൻ്റെ രൂപത്തിലേക്ക് മാറ്റി എഴുതാൻ പറ്റുമോ എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ നോക്കിക്കേ, 1.5 ലിറ്റർ പാൽ അല്ലേ, 1.5 ലിറ്റർ, 1.5 ലിറ്റർ ഓഫ് മിൽക്ക്. അതിനെ നമ്മൾ എങ്ങനെയാണ് ഫ്രാക്ഷണൽ ഫോമിലേക്ക് റെപ്രസെൻറ്റ് ചെയ്യുക? നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. 1.5 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ പറയാം? 1.5, 1.5 അല്ലേ, 1.5 നിങ്ങൾ എങ്ങനെ എഴുതുക? 1.5 അല്ലേ, അതിനെയാണ് 1.5 നമ്മൾ മിക്സ്ഡ് ഫ്രാക്ഷനാക്കി എഴുതാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കിക്കേടാ, എന്താ? 2.25 മീറ്റർ തുണി, 2.25. അപ്പോൾ നമുക്ക് കാൽ എങ്ങനെയാണ് ഫ്രാക്ഷനിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ ചാപ്റ്റർ വൈസിൽ പഠിച്ച കാര്യമാണ്, നിങ്ങൾക്ക് അറിയുന്ന കാര്യം കൂടിയായിരിക്കും. 2.25 മീറ്റർ ഓഫ് ക്ലോത്ത്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതാം? 2.1/4 മീറ്റർ ഇല്ലേടാ. 2.25 എന്ന് പറഞ്ഞാൽ 2.1/4 അപ്പോൾ അതും നമ്മൾ അറിഞ്ഞു, നമുക്ക് പഠിച്ച കാര്യമാണ്, വേഗം സിമ്പിളായിട്ട് കിട്ടി. ഇനി അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് നോക്കിക്കുക എൻ്റെ കുട്ടികൾ. ഒരു വട്ടവും മറ്റൊരു വട്ടത്തിനെ 3 ഭാഗിച്ചതിൽ 2 ഭാഗവും. അയ്യോ, പെട്ടെന്ന് നിങ്ങൾ വായിക്കുമ്പോൾ ഒന്ന് കൺഫ്യൂസ്ഡ് ആവും അല്ലേ. എന്താണ് നമ്മളോട് പറഞ്ഞത്? 1 സർക്കിൾ അല്ലേ, ഒരു സർക്കിളും 2 പാർട്ട് ഓഫ് ദ അതർ സർക്കിൾ ഡിവൈഡഡ് ഇൻറ്റു 3. നമുക്ക് തന്നതിൽ ഒരു സർക്കിൾ ഉണ്ട് അല്ലേടാ, ഒരു സർക്കിൾ അത് മൊത്തത്തിലുണ്ട്. അപ്പോൾ 1 എന്ന് പറയുന്ന ഭാഗം അവിടെ മൊത്തത്തിലുണ്ട്. ഇനി എന്താണ്? മറ്റൊരു സർക്കിളിനെ 3 ഡിവൈഡ് ചെയ്തതിൽ 2 എണ്ണം. അപ്പോൾ 3 ഡിവൈഡ് ചെയ്തതിൽ 2 എന്ന് പറഞ്ഞാൽ ഈ 2 പോർഷൻസ് മാത്രം നിങ്ങൾ എന്താക്കിയാൽ മതി, നോക്കിയാൽ മതി. അപ്പോൾ ആദ്യത്തതിൽ 1ഉം രണ്ടാമത്തതിൽ 3 എണ്ണത്തിൽ 2 എന്ന് പറഞ്ഞാൽ 2/3. അപ്പോൾ ആകെ കൂടെ നമ്മൾ എങ്ങനെ ടോട്ടലായിട്ട് എഴുതാം? യെസ്, 1 2/3 എന്ന് ഒരുമിച്ച് അതിനെ എഴുതാം. ഓക്കെ, അപ്പോൾ 1 2/3, 1 2/3 ഭാഗമാണ് അതുണ്ടായിരിക്കുക. സിമ്പിളായിട്ടുള്ള ചോദ്യം അല്ലേ. അടുത്ത സെക്ഷൻ നോക്കിക്കേടാ. ഒരു വട്ടത്തിൻ്റെ 8 ഭാഗിച്ചതിൽ, ഒരു വട്ടത്തെ 8 ഭാഗിച്ചതിൽ പകുതിക്ക് തുല്യമായ ഭിന്നസംഖ്യ ഏതാണ് എന്നാണ് നമ്മളോട് ചോദിച്ചത്. അപ്പോൾ ഒരു സർക്കിൾ നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലൊന്ന് ഫിക്സ് ചെയ്ത് വെക്കുക അല്ലേ. ആ സർക്കിളിനെ നമ്മൾ എന്ത് ചെയ്യണം? 8 ഡിവൈഡ് ചെയ്തതിൽ അല്ലേ, എ ഫ്രാക്ഷൻ ഈക്വൽ ഹാഫ് വെൻ ദ സർക്കിൾ ഡിവൈഡഡ് ഇൻറ്റു 8. അപ്പോൾ നമ്മളൊരു സർക്കിളിനെ 8 ഡിവൈഡ് ചെയ്തു, ദേ നമ്മളെ പിക്ചറിൽ കാണുന്നത് പോലെ. അതിനെ പകുതിയാക്കിയത്, അപ്പോൾ അതിൻ്റെ പകുതി ഭാഗം എന്ന് പറഞ്ഞാൽ എത്രയേ ഉണ്ടാവുള്ളൂ? ഇതിൻ്റെ പകുതി ഭാഗം എന്ന് പറഞ്ഞാൽ ആകെ ഇവിടെ കളർ ചെയ്തത് ആര് മാത്രമാണ്? 4 പോർഷൻസ് അല്ലേ. 8 പീസിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ എത്ര വരും? 4 ആൾക്കാർ മാത്രം വരും ഇല്ലേടാ. അവിടെ 4 ആളുകളെയാണ്, അല്ലെങ്കിൽ 4 പോർഷൻസാണ് കളർ ചെയ്തത്. അപ്പോൾ 8 പീസുകളിൽ 4 എണ്ണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? 4/8 എന്ന് എഴുതി കൊടുക്കുക ഇല്ലേടാ, 4/8. അപ്പോൾ അതിൻ്റെ ആൻസർ എത്ര വരും? 4/8. ഇനി ഏറ്റവും ലാസ്റ്റ് ചോദ്യം എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, ഒന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് അതിൻ്റെ ആൻസർ നിങ്ങൾ തന്നെ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയുക. സ്വന്തമായിട്ട് ചെയ്ത് നോക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ശ്രമിച്ച് നോക്കുക. വളരെ എളുപ്പത്തിലുള്ള ഒരു ചോദ്യമാണ്. എക്സാമിന് നിങ്ങൾക്ക് വേഗം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററും കൂടിയാണ് ഫ്രാക്ഷൻ. സോ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ എൻ്റെ മക്കൾ വിട്ട് കളയരുത്. നിങ്ങൾക്ക് എന്തായാലും എക്സാം സിമ്പിളായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ലാസ്റ്റ് ചോദ്യം എന്താണ്? 1/3 മീറ്റർ നീളമുള്ള എത്ര കമ്പുകൾ ചേർത്ത് വെച്ചാൽ 1 മീറ്റർ ആകും എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇതിൻ്റെ ഉത്തരം നിങ്ങൾ എന്ത് ചെയ്യുക, ചാറ്റ് ബോക്സിൽ കമൻറ്റ് ബോക്സിൽ പറയുക. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സാമിന് വേണ്ടിയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസുമായിട്ട് ഇന്ന് മിസ്സും അതേപോലെ അമൃത മിസ്സും നിങ്ങളെ ലൈവിൽ മെഗാ മാരത്തോണൊക്കെ ആയിട്ട് വരുന്നുണ്ടായിരിക്കും. അപ്പോൾ എൻ്റെ മക്കളെല്ലാവരും അവിടെ ഉണ്ടായിരിക്കണം. സോ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇനിയും ക്വസ്റ്റ്യൻസ് ചർച്ച ചെയ്യാനുണ്ട്. അടുത്തൊരു ക്ലാസ്സിൽ കാണുന്നത് വരെ ബൈ ബൈ, സീ യു.